CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് കേരളത്തിലാണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം VK ശ്രീകണ്ഠൻ MP. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചാവക്കാട് ഏരിയ കമ്മിറ്റി തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭാ വായനശാല ഹാളിൽ നടന്ന കുടുംബസംഗമം CPIM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ താമര വിരിഞ്ഞാൽ കാടുപിടിച്ചു കിടക്കുന്ന വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മേഖലയിൽ പര്യടനം നടത്തിയ ശേഷം CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് തിരുവത്രയിൽ LDF സ്ഥാനാർത്ഥി NK അക്ബറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ തിരുവത്ര ചെങ്കോട്ട നഗറിലും ആനത്തലമുക്കിലും സ്ഥാപിച്ച 5ലധികം പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. മണലൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ വിജയം സുനിശ്ചിതമാക്കുന്നതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേച്ചേരി മേഖലാ കൺവെൻഷൻ ചേർന്നു. കേച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കേച്ചേരി പെട്രോൾ പമ്പിന് സമീപം ആനയെ കൊണ്ടുപോയിരുന്ന ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർക്കാണ് പരിക്കേറ്റത്. ട്രിപ്രിയാറിൽ ജിംനേഷ്യത്തിന്റെയും ബ്യൂട്ടി സലൂണിന്റെയും മറവിൽ വൻതോതിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്ന യുവതിയെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി ചിറയത്ത് വീട്ടിൽ ശ്രീലക്ഷ്മിയാണ് അറസ്റ്റിലായത്. പരപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 31 നടത്താൻ ഉദ്ദേശിച്ച വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് അനുമതി നിരസിച്ചു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നടപടി. കടങ്ങോട് പൊറ്റാൻകുന്ന് ശ്രീ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. മാർച്ച് 22 മുതലാണ് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ആരംഭിച്ചത്. മലമൂത്ര വിസർജനത്തിനെതിരെ മീം പോസ്റ്ററുകൾ. കുന്നംകുളം നഗരസഭയുടെ ബോധവൽക്കരണ രീതി ശ്രദ്ധേയമായി. പൈതൃകം ഗുരുവായൂരും ചിറയൻകീഴ് G ഗംഗാധരൻ നായർ സ്മാരക സമിതിയും സംയുക്തമായി വെള്ളിയാഴ്ച ഗുരുവായൂരിൽ ലോക നാടക ദിനം ആചരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് രുക്മിണി റീജൻസിയിൽ കലാനിരൂപകൻ E ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ലോക ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണവും TB പ്രതിരോധ സേനയുടെ രൂപീകരണവും സംഘടിപ്പിച്ചു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച ചടങ്ങുകൾ ബുധനാഴ്ച രാവിലെ ബ്രഹ്മകലശ അഭിഷേകത്തോടുകൂടി സമാപിക്കും. കേച്ചേരി പെരുമണ്ണ് പിഷാരിക്കൽ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.